ഒരു ദിവസം കൂടെ തന്നതിനോർത്ത് കർത്താവിന് നന്ദി പറയാം. പ്രൈസല്ലോ. അപ്പം ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഗോഡ്സ് ഗ്രേസ് വിൽ ഗീവ് യു വാട്ട് യു ലാക്ക്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറവുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ അത് ദൈവത്തിന്റെ ദൈവകൃപയാല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കത് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കത് ചെയ്തു തരും. അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു പ്രാർത്ഥിക്കും. പിതാവേ, നന്ദിയോട് ശ്രദ്ധിക്കുന്ന യേശുവിന്റെ നാമത്തെ കർത്താവ് ഇന്നത്തെ ദിവസത്തെ ഓർത്ത് കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അനേകം ആൾക്കാർ ഈ വചനം വായിച്ച് ചെയ്യുമ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ശക്തി അഭിഷേകം കൊടുത്ത് അനുഗ്രഹിക്കുന്നവർക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തെ ഇന്നത്തെ വചനത്തെ ഓർത്ത് കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, ആരൊക്കെ വളരെ വാച്ച് ചെയ്യുന്നുണ്ട്, യേശുവിന്റെ നാമത്തെ അവരോർത്ത് കർത്താവ് സ്തോത്രം ചെയ്യും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ കർത്താവ് I bless our Father in Jesus' name. I pray. Amen. ഒരു ദിവസവും കൂടെ നല്ലൊരു സൺഡേയും കൂടെ കർത്താവ് ഇത് കഴിഞ്ഞിട്ട് ഇനി കർത്താവിന്റെ വചനം ഫിസിക്കലായിട്ട് ചില സർവീസ് ഉണ്ട്. നമുക്ക് നന്ദി പറയും. ഓൺലൈൻ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാണ്ട് ഉത്സാഹിപ്പിക്കും. നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് അനേകം ആൾക്കാർ കർത്താവിന്റെ വചനം വാച്ച് ചെയ്യാനായിട്ട് വരുന്നത്. വളരെ നമ്മൾ വഴിയായിട്ട് അനേകം ആൾക്കാർ കർത്താവിനെ അറിയാനായിട്ട് ഇടവരും. ഇതിനെ പറയുന്ന ഇന്നത്തെ സബ്ജക്റ്റ് ഗോഡ്സ് ഗ്രേസ് വിൽ ഗീവ് യു വാട്ട് യു ലാക്ക്. ഇതാണ് നമുക്ക് പറയാം. കർത്താവിന്റെ കൃപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞാൽ 1 Peter chapter 5 verses 10 ഇതിൽ പറഞ്ഞ 1 Petrus 5:10 പറയുന്നത്, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ കൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അതാണ് പറഞ്ഞത്. പത്രോസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ശക്തീകരിക്കും. ആൻഡ് ദ ഗോഡ് ഫുൾ ഓഫ് ഗ്രേസ് ഹു കോൾഡ് യു ടു ഹിസ് eternal glory in Christ, after that you have suffered a little while, shall himself perfect, establish and strengthen you. Praise the Lord. നമുക്ക് ശക്തിയും നമ്മളെ വർദ്ധിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് നമുക്ക് പറയുന്നത് വെച്ചാൽ യഥാസ്ഥാനപ്പെടുത്തും, ഉറപ്പിക്കും, ശക്തീകരിക്കും. അതാണ് ഇതെല്ലാം കിട്ടുന്നത്. നമ്മളൊരു പരാജയം വന്നു കഴിഞ്ഞാൽ കർത്താവിന്റെ കൃപയാലെ നമ്മൾ ശക്തിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന സൺഡേയില് ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടോ? എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ബി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ആരൊക്കെ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അപ്പം ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടോ? നമ്മൾ ഏതൊക്കെ കാര്യത്തിലാണ് ബുദ്ധിമുട്ടുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നിനെ കുറിച്ച് ആകുലപ്പെടേണ്ട വ്യാകുലത ഉണ്ടെങ്കിൽ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്നതാണ്. ആകുലത ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്നതിന്റെ അർത്ഥം. ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒന്നിനെ കുറിച്ച് ആകുലപ്പെടേണ്ട ആവശ്യം. നമ്മുടെ ശത്രുക്കൾ ആകുലപ്പെടും, പക്ഷെ കാരണം അവരെ പാളാനും പദ്ധതി എല്ലാം തകരുന്ന ഓർത്തിട്ട് അവര് തന്നെ ആകുലപ്പെടും. ലാസ്റ്റ് എന്തെങ്കിലും അസുഖം വന്നിട്ട് ഈ ലോകത്തിൽ നിന്നൊന്നുമില്ലാതെ മാറ്റപ്പെടും. അതാണ് ശത്രുക്കൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് അവരെ കുറിച്ച് നമ്മളെ ഒന്നിനെ കുറിച്ച് ആകുലപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കർത്താവ് നമുക്ക് മുമ്പേ പോയി. ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ കർത്താവ് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിധൂണമായും ഇസ്രായേൽ ജനത്തിന് ഒപ്പം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ശത്രുക്കൾ ആകുലപ്പെട്ടു. നടുക്കടലിൽ വന്നിട്ട് എല്ലാം ചിതറി അവരില്ലാതായി. ഇതേപോലെ ഇരിക്കും നമ്മുടെ ശത്രുക്കൾ, നമ്മളെ ഉപദ്രവിക്കുന്നത്. കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നവരെ ഉപദ്രവിക്കുന്നത്, ചെയ്ത് ഉപദ്രവിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ തന്നെ ഇല്ലാതാവും. കാരണം വെച്ച് കഴിഞ്ഞാല് അവര് കർത്താവിന്റെ ആ വേലയാണ് തടസ്സപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ UK വന്നത് കർത്താവിന്റെ പ്ലാനോട് കൂടി അവിടെ വന്നു. കർത്താവിന്റെ വചനം പ്രസംഗിക്കാനാണ്. അതിനെതിരെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവ് തന്നെ അവരെ തകർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് തന്നെ അവരെ ഇല്ലാതാക്കും. അത് കർത്താവ് പറഞ്ഞു കഴിഞ്ഞാല് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നവരെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ എന്റെ കണ്ണില് കൃഷ്ണമണിയാ തൊടുന്നത്. ഇന്ന് നിങ്ങളെ തന്നെ, നിങ്ങൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുക, ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചു കഴിഞ്ഞാല് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് ശിക്ഷാവിധി വലുതാണ്. കാരണം കർത്താവിന്റെ വചനത്തെ തടസ്സപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ഹിതമാണ് ലോക എല്ലാ സൃഷ്ടികളോടും കർത്താവിന്റെ വചനം പ്രഘോഷിക്കണം എന്നത് കർത്താവിന്റെ ആഗ്രഹവും ഹിതവുമാണ്. അതിനെതിരെ നമ്മൾ നിൽക്കാനായിട്ട് പാടില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ബൈബിൾ പറയുകയാണ്, ഗോഡ് 1 Peter chapter 5 verses 1 പറയണം, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ
തന്നെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ക്രൈസ്തലോട് നമ്മുടെ കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ ബുദ്ധിമുട്ടികളോടെ തന്നെ പരീക്ഷയിലൂടെ തന്നെ നമുക്ക് പോക്ക് വഴിയും കൂടെ തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ക്രൈസ്തലോട് ഇന്ന് കാണുന്ന ഈ പരീക്ഷ, ഇന്ന് ബുദ്ധിമുട്ടിലൊന്നും നമ്മൾ തീർന്നു പോകത്തില്ല. ഇന്ന് കാണുന്ന എരുതിയിലൊന്നും നമ്മൾ ബന്ധു പോകത്തില്ല. ക്രൈസ്തലോട് അതിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ കരുതും. അതിൽ നിന്നെല്ലാം നമുക്ക് പുറത്തു വരാനുള്ള വഴികൾ തുറന്നു വരും. നമുക്കെതിരായിട്ട് വരുന്ന ശത്രുക്കൾ 100 വഴി കൂടെ ഓടും. എന്നാൽ ഇതൊന്നും നമ്മളോട് അടുത്ത് വരത്തില്ല. ദുഷ്ടന്റെ ആ പ്രതിഫലം നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നമുക്ക് കാണും. കാരണം വെച്ചാൽ നമ്മൾ കർത്താവിൽ ആശ്രയിച്ചു, യഹോവയെ നമ്മൾ ആശ്രയിച്ചു. ഒറ്റ കാരണത്തിൽ നമുക്ക് Psalm 91 പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഒരു ബാധയും ആ കർത്താവിൽ ആശ്രയിക്കുന്ന നമ്മുടെ കൂടാരത്തിൽ അടുക്കത്തില്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. പക്ഷെ ബാധ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നത് അവർക്ക് അടുക്കും. അതാണ് പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ ഉപദ്രവിച്ച് ഈജിപ്ഷ്യൻ ജനങ്ങൾക്കാണ്, മിസ്രൈം ജനങ്ങൾക്കാണ് ബാധ കൊണ്ട് അവരില്ലാതായത്. ഇസ്രായേൽ ജനത്തിന് എന്തിനും പറ്റിയോ? ബാധയോടെ അവരും ഇല്ലോ ഭരിച്ചു. അവിടെ ഈജിപ്തിൽ നമുക്ക് കർത്താവ് കുറച്ച് കൊണ്ടുവരുന്ന സമയത്ത് അവർ ഇല്ലാതായോ? ഇല്ല. കർത്താവിന്റെ സ്പെഷ്യൽ സംരക്ഷണവും പ്രൊട്ടക്ഷനും ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നു. പുതിയ നിയമത്തിലെ ഇസ്രായേൽ ജനമാണ് നമ്മള്. കർത്താവിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവജനമാണ് നമ്മള്. നമ്മളാണ് വി ആർ ദ ഗോഡ് ഓഫ് ഇസ്രായേൽ ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന് സംരക്ഷണമുണ്ട്. കർത്താവ് വേർത്ത് കൊടുത്ത വാക്തത്വത്തിന് മാറ്റമില്ല. പക്ഷേ യേശുക്രിസ്തുവിനെ അറിഞ്ഞ നമ്മള് പുതിയ ദൈവത്തിൽ ഇസ്രായേൽ ജനമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി പ്രത്യേക സംരക്ഷണം കർത്താവ് തരിക തന്നെ ചെയ്യും. ഇത് പറഞ്ഞാല്, എന്നാൽ അല്പകാലത്ത് ഈ കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. Praise the Lord. This is my God. Praise the Lord. James chapter 4 verse 6 പറഞ്ഞ യാക്കോബ് ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം പറയുന്നത്, എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിങ്ങളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തന്നെ ഉയർത്തുന്നവന് താഴ്ത്തപ്പെടും. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു മിനിസ്ട്രി, കർത്താവ് നമുക്കൊരു അനുഗ്രഹം തന്നു കഴിഞ്ഞാൽ, നമ്മളൊരു കൃപയൊക്കെ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹീലിംഗ് ഗിഫ്റ്റൊക്കെ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, നമ്മളത് മറ്റുള്ളവരെ തകർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. മറ്റുള്ളവരെ കാണിക്കാനായിട്ട് എന്നാ ഒരു ഹീൽ ചെയ്തിട്ട് ഇതും ചെയ്ത് ഇത് കാണിച്ചത്, അങ്ങനെയല്ല. കർത്താവിന്റെ നാമത്തെ, യേശുക്രിസ്തുവിന്റെ നാമത്തെ ഓരോ രോഗികളും സൗഖ്യമാകുമ്പോഴും ആ ദൈവനാമം മഹത്വത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ മറ്റുള്ളവരെ കാണിക്കാനായിട്ടോ മറ്റുള്ളവരെ നിലവാരം കണ്ടിട്ടോ അവരുടെ മുന്നേ എനിക്കൊരു പ്രശംസ കിട്ടുന്ന രീതിയിൽ അത് നമ്മുടെ സ്വയം നേട്ടത്തിന് വേണ്ടി പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ ആ കൃപാവരത്തെ ദുരുപയോഗം ചെയ്യാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അംഗീകാരം തരുന്നില്ല. അതെല്ലാം ദൈവ കൃപാവരങ്ങൾ കർത്താവ് തരുന്നത് അത് ആത്മീയ വർധനയ്ക്ക് വേണ്ടിയും ദൈവനാമത്തിന്റെ ദൈവരാജ്യത്തിന്റെ ബിസിനസിന് വേണ്ടിയും ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, കൃപാവരങ്ങള് കർത്താവ് നമ്മളെ ഉയർത്തുമ്പോൾ അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി എന്ന് വേണ്ട മറ്റുള്ളവരോട് നിങ്ങൾക്ക് അതില്ലാന്ന് അങ്ങനെയല്ല. പ്രൈസ് ദി ലോർഡ്. അവർക്ക് വേറെ കൃപകൾ കർത്താവ് കൊടുത്തിട്ടുണ്ട്. കർത്താവിന്റെ ഒരു ദൈവ വേല എന്ന് പറയുന്നത് അത് പലര് കൂടുന്നതാണ് ഒരു ദൈവത്തിന്റെ ഒരു റിവൈവൽ. കർത്താവ് എന്റർടൈൻ റിവൈവൽ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പലര് ഒരുമിച്ച് കൈ ഓർത്ത് പിടിച്ച് ഓരോ വിഷനില്, യേശുക്രിസ്തു എന്ന വിഷനില് പ്രൈസ് ദി ലോർഡ് മുന്നോട്ട് കാൽ വെച്ച് നീങ്ങുമ്പോഴാണ് അവിടെ റിവൈവൽ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അല്ലാതെ വ്യക്തിപരമായിട്ട് നേട്ടം എടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് പറഞ്ഞു കഴിഞ്ഞാല് ആ ദൈവം നിങ്ങളികളോട് എതിർത്ത് നിൽക്കുകയും പ്രൈസ് ദി ലോർഡ് താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4 verses 6. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിൽ 6-ാം വാക്യം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രധാനമായിട്ട് പറയുവാണ് ജെറമ്യ 13:9 പറയുന്ന ബുക്ക് ജെറമ്യ ചാപ്റ്റർ 13 verses 9. ഇതിൽ പറയുന്നു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. യഹോവ ഇപ്രകാരം അരുളിച്ചത്, ഇങ്ങനെ ഞാൻ യഹൂദയുടെ ഗർവവും യെരൂശലേമിന്റെ മഹാഗർവവും എടുത്തു കളയും. എവിടേക്ക് ഇന്ന് ബൈബിളിനകത്ത് വായിക്കുവാണെങ്കിൽ പ്രൈസ് ദി ലോർഡ് ആരൊക്കെ നിഗളിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം കർത്താവ് താത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കർത്താവിന്റെ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ദൈവവേല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെയാന്ന് കാണിക്കാനുള്ളതല്ല. ദൈവവേല എന്ന് പറഞ്ഞ് ഇത് ഇരുട്ടിലിരിക്കുന്ന ജനം ഒരു പ്രകാശം കണ്ടു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവര് ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടാണ് ദൈവത്തിന്റെ വചനം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ദൈവനാമ വികസനത്തിന് വേണ്ടിയാണ് ദൈവത്തിന്റെ വചനം നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാര്യസാധ്യതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് അത് നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അംഗീകാരം തരുന്നില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, കർത്താവ് നമ്മളെ ഓരോരോ കാര്യത്തിലാണ് വിളിച്ചിരിക്കുന്നത് എന്ന്.
ചിലർക്ക് നമുക്കറിയാം മറ്റു കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട്, ചിലർക്ക് ട്രാക്ട് കൊടുക്കാനായിട്ട്, ചിലർക്ക് ചർച്ചിൽ വന്നിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് കോർഡിനേറ്റ് ചെയ്യാനായിട്ട്, സ്ക്വയർ ടീം ലീഡ് ചെയ്യാനായിട്ട്, പല പല മേഖലകളിൽ പ്രാർത്ഥിക്കാനായിട്ട്, ഹീലിംഗ് ഗിഫ്റ്റ്, പ്രോഫറ്റിക്കൽ ഗിഫ്റ്റ്, അതേപോലെ തന്നെ ടീച്ചിങ് ഗിഫ്റ്റ്, ഇങ്ങനെ പല പല കൃപാവരങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്കും ഓരോ രീതി കൊടുത്തിരിക്കുന്നു. അതാണ് ആത്മാവ് തന്നെ പല രീതിയിൽ പല ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്നു. ഒരേ ആത്മാവ് തന്നെ. The Spirit of God. The Spirit of God can able to get each and every people the gifts from the heaven. Praise the Lord. അതാണ് യുണീക്ക് ആയിട്ടാണ് ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരാൾക്ക് കൊടുത്ത് അവർക്ക് ഒരു കൃപാവരം ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടരുത്. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തർക്ക് യുണീക്ക് ആയിട്ട് കർത്താവ് വിളിച്ചിരിക്കുന്നത്. പേഴ്സണലായിട്ട് കർത്താവ് നമ്മളെ ദൈവവേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലേ, നമ്മളിലൂടെ കർത്താവിന്റെ പേഴ്സണാലിറ്റിയും കർത്താവിന്റെ സ്വഭാവവും, പ്രൈസ് ദി ലോർഡ്, ആ കർത്താവിന്റെ ആ സത്യസുവിശേഷവും നമ്മളിലൂടെ ഇൻഡിവിജ്വലായിട്ട് കർത്താവ് ലോകത്തിൽ എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് കർത്താവ് പറയുന്നത്, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിലുള്ള ഒരാളെ പറഞ്ഞു, ചില നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ ആരുമില്ല, വീട്ടുകാരും എന്നെ കോണ്ടാക്ട് ചെയ്യാൻ. Today's Malayalam message. Praise the Lord. Hello, people, those who are watching online. This is a subject. This subject today I'm preaching. God's grace will give you what you like. Pastor Daniel, Brother Thomas, Sister Claire, John C. God bless everybody. Okay. In this, that's what it is. God's grace will give you what you like, whatever you have, wherever you are thinking, you will get supposed to something you will lose in your life. In that time, our God can get the support and hand. Our God can do the mighty power wherever you are facing the difficult situations. Praise the Lord. Hallelujah. God can get the strength and power in you. Praise the Lord. That's subject. Praise the Lord. ഇത് പറഞ്ഞാല് സെക്കൻഡ് കൊറിന്ത്യൻസ് ഇതിലെ 12-9 വാക്യം പറഞ്ഞ സെക്കൻഡ് കൊറിന്ത്യൻസ് ചാപ്റ്റർ 12:9. ഇത് പറഞ്ഞു കഴിഞ്ഞാല് അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ പ്രസംഗിക്കും. സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ പ്രസംഗിക്കും. പ്രൈസ് നമുക്ക് സന്തോഷം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രത്യാശ ഉണ്ടാകണം പോകുന്ന വഴികളിൽ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്താൽ എന്തെങ്കിലും ഈ ദൈവത്തെ അസാധ്യങ്ങൾ നടക്കുമെന്ന് നമുക്ക് പ്രത്യാശ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം എന്റെ കാര്യം ഏറ്റെടുത്ത് നടത്തുമെന്ന് നമുക്ക് പ്രത്യാശ ഉണ്ടാകണം. ഈ ദൈവം എന്നെ വഴി നടത്തുമെന്ന് നമുക്ക് പ്രത്യാശ ഉണ്ടാകണം. ഈ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രത്യാശ ഉണ്ടാകണം. ഈ ദൈവമാണ് എൻ്റെ കർത്താവ് എന്ന് നമുക്ക് പ്രത്യാശയോടെ നമ്മൾ നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്താൽ എനിക്ക് അസാധ്യങ്ങൾ കർത്താവ് ചെയ്തു തരുമെന്ന് നമ്മൾ പ്രത്യാശിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ദൈവത്താൽ നമുക്ക് അസാധ്യങ്ങൾ കർത്താവ് ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിച്ചത്, നമ്മളെല്ലാം ദൈവ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ചിലപ്പോൾ ഇന്ന് ഞാൻ കർത്താവിനെ പറഞ്ഞ് ഞാൻ പ്രസംഗിക്കുന്നു, അത് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ കത്തോലിക്ക സഭയായിരുന്നപ്പോൾ പ്രവാചകന്മാരെ പ്രവചിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ സിനഗോഗിൽ കർത്താവിനെ പ്രഘോഷിക്കും. പ്രൈസ് ദി ലോർഡ്. ദേശങ്ങളുടെ മുമ്പിൽ കർത്താവിനെ പ്രഘോഷിക്കും, രാജ്യങ്ങളുടെ മുമ്പിൽ കർത്താവിനെ പ്രഘോഷിക്കും. ഈ ദൈവത്തിന് വേണ്ടി ഞാൻ സാക്ഷ്യം നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് ഞാൻ കത്തോലിക്ക സഭയായിരുന്നപ്പോൾ പ്രവാചകന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, അവിടെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ വീണ്ടും പ്രവചിച്ചു. അപ്പൊ എങ്ങനെ ഒരു കത്തോലിക്ക സഭയിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ബൈബിളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സഭ കത്തോലിക്ക സഭ. നടക്കുന്ന ആചാരങ്ങളും പ്രവർത്തനങ്ങളും യാതൊരു ബന്ധവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കയ്യുക്കൊള്ളാൻ കാര്യക്കാരെന്ന് പറഞ്ഞ പോലെ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെയുള്ള പുരോഹിതന്മാർക്ക് ബന്ധമുള്ള ആൾക്കാരെ പിടിച്ചിട്ട് പ്രസംഗിക്കാനൊക്കെ സ്ഥലങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. ചിലയിടത്ത് അങ്ങനെ അല്ലാന്ന് എനിക്ക് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ കണ്ണുകൊണ്ട് അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എങ്ങനെ നമുക്ക് കർത്താവിനെ പ്രഘോഷിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. വരുന്നവരെ ഇടിച്ച് താത്തിയിടും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ദൈവവചനം പ്രസംഗിക്കാണ്ട് കയറാണ്ട് പറ്റത്തില്ല. പല ഗ്രൂപ്പുകളിലൊക്കെ ഞാനിപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട് പല ഗ്രൂപ്പുകളിലൊക്കെ കർത്താവിന് വചനം ഷെയർ ചെയ്തു. അവരെല്ലാവരും കൂടെ എനിക്കെതിരെ പോകും. അതാണ് അതിന്റെ വേറെ. ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കില്ല. പല ഗ്രൂപ്പുകൾ നമുക്കെതിരെ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഈ സഭയിലുള്ള കത്തോലിക്ക സഭ എന്നുള്ള സഭയിലുള്ള ആൾക്കാർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേറെ ഇരിക്കുന്ന ചെയ്യാം, സിനിമ കാട്ടാൻ പറ്റും. പക്ഷെ ദൈവവചനം പ്രഘോഷിക്കാൻ സമ്മതിക്കും. കാരണം ദൈവവചനമായിട്ട് യാതൊരു ബന്ധമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സത്യ ആരാധന വെച്ച് ആത്മാവിന് സത്യത്തിലും കർത്താവിനെ ആരാധിക്കും. ഞാൻ ചിന്തിച്ചു പോയി, ദൈവമേ കത്തോലിക്ക സഭേനെ കുറ്റം പറയല്ല, ഞാൻ കണ്ടതൊക്കെ എങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ ചിന്തിച്ചു പോയി, ദൈവമേ എങ്ങനെ ആ സഭയിൽ നിന്നിട്ട് ഈ ദൈവത്തെ പ്രഘോഷിക്കാൻ പറ്റും, എങ്ങനെ പ്രഘോഷിക്കാൻ പറ്റും. അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി. 2011 ഞാൻ രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
രക്ഷിക്കപ്പെട്ടപ്പോൾ സ്നാനം എടുത്ത് ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുന്ന സത്യസഭയിലോട്ട് ചേരുവാനായിട്ട് ഇടവന്നു. ഇന്ന് അനേകം ആൾക്കാരെ കർത്താവ് നേടുന്നുണ്ടെങ്കിൽ ഈ ദൈവത്തെ അറിഞ്ഞ കാരണത്തല്ല. പ്രൈസലോ. അപ്പൊ അന്ന് പ്രവാചകന്മാർ, ഞാൻ കത്തോലിക്ക സഭ ആയിരുന്നപ്പോ എങ്ങനെ പ്രവാചകന്മാരെ പ്രവചിച്ചോ അത് നിവൃത്തിയായിപ്പം സെനഗോകളിൽ കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ അപ്പോയിന്റ് ചെയ്തു. പ്രൈസലോ. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടെങ്കിൽ പറയാനായിട്ടുള്ളത്, നമ്മുടെ ദൈവനാമത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവചിച്ച പ്രവചനം, കർത്താവ് കാണിച്ചു തന്നൊരു സ്വപ്നം, അതിന് മാറ്റമില്ല. If you are having any of the dream in God, if you have received any of the dream from God, praise the Lord, our God, that is 100% true. Praise the Lord, hallelujah. That means our God has spoken to you when the time of your sleeping time. Praise the Lord. That means that dream will get fulfilled. Praise the Lord. That means God was talking to you. If our God, that's what, almost I know about my future. Praise the Lord. Not everything, but our God was that one revealing me some kind, so that I cannot reveal in front of everybody. This is what. Okay, something you have to keep it a secret. അതാണ് ചില കാര്യങ്ങൾ നമ്മൾ സുരക്ഷിതത്വം നമ്മൾ കീപ്പ് ചെയ്യണം. അതിന് പറ്റി അന്ധകാര ശക്തികൾ എങ്ങനെയാണ് നമ്മളെ താർക്കാനായിട്ട് ശ്രമിക്കും. കർത്താവിന്റെ വചനം പറഞ്ഞു കഴിഞ്ഞാല്, പൗലോസ് പറയുന്നതെന്ന് വെച്ചാൽ, ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല്, അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശ്യിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയെ പ്രസംഗിക്കുമെന്ന് കർത്താവ് പറയുന്നു, പൗലോസ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ആരൊക്കെ ബലഹീനതരാവുന്നു, നമ്മൾ ബലഹീനതയിൽ നമ്മൾ ശക്തനായിരിക്കും. അതാണ് പറയുന്നത്. 2 Corinthians chapter 12 verses 10. 2 കൊരിന്ത്യർ ലേഖനം 12-10 പറഞ്ഞു കഴിഞ്ഞാല്, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. പ്രൈസ് ദി ലോർഡ്. when I am weak, praise the Lord, I am strong. Praise the Lord, hallelujah. That is what Apostle Paul, he was saying. When I am getting weak, I am getting the strong mind from God. I'm getting the strong that one, everything our God is making strong in all the areas of my life. When I'm getting weak, praise the Lord. When I feel I'm weak, this is what Apostle Paul is saying. അതാണ് പൗലോസ് പറയുന്നത്, എവിടെ ഞാൻ അശക്തനാണെന്ന് തോന്നുന്നുണ്ടോ അവിടെ കർത്താവ് എന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ്. അതുകൊണ്ട് തന്നെ എവിടേക്ക് നമ്മൾ വീക്ക്നെസ് ആയിട്ട് നമ്മൾ തോന്നുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, ചിലപ്പോൾ ജോലി മേഖലയിൽ, സാമ്പത്തിക മേഖല, വരുമാനമോ, പ്രത്യേകിച്ച് പ്രൈസ് ദി ലോർഡ് നമ്മുടെ വിളിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥ, അന്ധമായ ശക്തികൾ കൂട്ടുന്ന അവസ്ഥ. ഒരു കർത്താവിന്റെ വചനം നിങ്ങൾ പ്രസംഗിക്കുന്ന ആളാണോ, ഈ ലോകത്തിലുള്ള എല്ലാ അന്ധമായ ശക്തികളും, എല്ലാ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും നിങ്ങൾക്കെതിരെ നിൽക്കും. എല്ലാവരും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കും. കാരണം വെച്ചാൽ അവരല്ല പ്രവർത്തിക്കുന്നത്, അവരിലൂടെ അന്ധകാര ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് സാത്താന്റെ പ്രവർത്തികളെ തകർക്കാനായിട്ടേ. പ്രൈസ് ദി ലോർഡ്. The Son of Man manifested in this world to destroy the work of the devil. Praise the Lord. All kinds of work of the devil, our God want to destroy today from you today. Praise the Lord, hallelujah. അതാണ് യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നത്. നമ്മൾ വീണ്ടും കർത്താവിന്റെ കൃപയാൽ ഉയരും. നമുക്ക് വീണ്ടും കർത്താവ് ഒരു 40 ദിവസമല്ല ദിവസങ്ങൾ നടക്കാൻ തരും. മോശയ്ക്ക് 40-ാം വയസ്സിലാണ് 80-ാം വയസ്സിലാണ് മോശ കർത്താവിന്റെ വചനത്തിന് വേണ്ടി ഇറങ്ങിയത്. പിന്നെ ഒരു 40 വർഷം കൂടെ മോശയുടെ വീക്ക്നെസ് എല്ലാം മാറ്റി കർത്താവ് ഉറച്ച ശരീരം കൊടുത്തു, നല്ലൊരു മൈൻഡ് കൊടുത്തു, നല്ല ആരോഗ്യം കൊടുത്തു. 40 വർഷം കൂടെ ദൈവനാമത്തിന് വേണ്ടി കർത്താവ് ഓടിച്ചു. അതാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവനാമത്തിന് വേണ്ടി ആരൊക്കെ നിൽക്കുന്നുണ്ടോ അവരെ ദൈവം കാക്കും, നിങ്ങളെ ദൈവം സംരക്ഷിക്കും, നിങ്ങളെ ദൈവം ശക്തീകരിക്കും, നിങ്ങളെ ദൈവം ഉയർത്തും, നിങ്ങളെ ദൈവം മാനിക്കും. ഇരട്ടി മാനത നിരന്ന് നമ്മളെ കാത്ത് പരിപാലിക്കുന്ന ഇസ്രായേലിന്റെ സർവശക്തനായ ദൈവം അല്ലേ നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മൾ എന്തിനു ഭയപ്പെടുന്നു? നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളോ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. സിംഹക്കുട്ടികൾ ഇരകെട്ടാതെ അലയും, പക്ഷെ കർത്താവിനെ ആശ്രയിക്കുന്നവർക്കോ ഒന്നിനും ഒരു കുറവുണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ദൈവത്തിലുള്ള ആശ്രയം നമുക്ക് മുന്നോട്ട് പോകും. എവിടെ നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിന് ശക്തി തരും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നാല് ദിവസവും നമ്മൾ അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നമ്മൾ നേർപ്പർ വായിക്കണം. ആരോടെങ്കിലും പറഞ്ഞാൽ നമ്മൾ നേർപ്പർ വായിക്കണം. അന്യഭാഷയിലെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കണം. പക്ഷെ നമ്മൾക്കെതിരെ ശത്രു എത്ര കെട്ടിക്കഴിഞ്ഞ അവർ 100 വഴിക്കൂടെ ഓടും. ചിലപ്പോൾ അവരെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തിയിട്ട് അവരെ ഒരു തലമുറയെ മാറ്റപ്പെടുത്തിയിട്ടാണെങ്കിലും കർത്താവിന്റെ അഭിഷേകത്തിലെ കർത്താവ് കാക്കും. അതാണ്
ആണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ കഷ്ടതകളൊന്നും നമ്മൾ ഒന്നും അതെല്ലാം സാരമാണ്. കമ്പയറിങ് കർത്താവിന്റെ ആ വരാനിരിക്കുന്ന ആ ഗ്ലോറി നോക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് തരുവാനിരിക്കുന്ന ആ വാഗ്ദത്തം, നിറവേറാനിരിക്കുന്ന ആ വാഗ്ദത്തം ഓർക്കുമ്പോൾ ഇന്ന് കാണുന്ന കഷ്ടങ്ങളെല്ലാം നിസ്സാരമാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു. ഇന്നത്തെ കഷ്ടങ്ങൾ സാധ്യമല്ല, അത് സാരമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വിശുദ്ധന്മാർ. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി പൗലോസ് പറഞ്ഞേ, ഞാൻ ബലഹീനരായിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇത് പറയുന്നേ, ബലഹീനനായിരിക്കുമ്പോൾ എന്താണ് പറഞ്ഞ്, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകും. ഇന്ന് നിങ്ങൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ഒറ്റയുള്ളെന്ന് നിങ്ങൾ ചിന്തിക്കും. ആൾക്കാരെല്ലാം വിട്ടുപോയി. എങ്കിലും വിട്ടുകൊടുക്കരുത്. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. നമ്മൾ ഒരു ദിവസം കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നത് നിർത്താനായിട്ടാണ് അന്ധകാശികൾ നോക്കുന്നത്. എന്തെങ്കിലും കാരണം കൊണ്ടുവരും, എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും, എന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ടുവരും. സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കും, കുടുംബ ജീവിതം തകർക്കാൻ ശ്രമിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോലിയില്ലാത്ത അവസ്ഥ വരും, ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. ഈ അന്ധകാശികൾ ഏറ്റവും കൂടുതൽ ദൈവദാസന്മാരും കർത്താവിന്റെ അഭിഷേകത്തിനെ പീഡിപ്പിക്കുന്ന മേഖല അത് സാമ്പത്തിക മേഖലയാണ്. കണ്ടഭാരം കൊണ്ട് തകർക്കാൻ ശ്രമിക്കും. ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് കർത്താൻ ദുഷിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അന്ധകാശികൾ ശ്രമിക്കും. പക്ഷെ അതിലൊന്നും നമ്മൾ ഉറച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ ദൈവമോ തന്റെ മഹത്വത്തിന് ധനത്തിന് ഒത്തുവണ്ണം എന്റെ ആവശ്യങ്ങളെല്ലാം ക്രിസ്തുയേശുവിൽ എനിക്ക് പൂർണ്ണമായി തീർത്തു തരുമെന്ന് നമ്മൾ പ്രഖ്യാപിക്കണം. ഭാഗമുണ്ട്. കർത്താവിൽ ആശ്രയിക്കുന്നവരോ വീണ്ടും കഴുകന്മാരെ പോലെ ചിറകടിച്ചു വീരും. അവർ ഓടിയ തളരത്തില്ല, നടന്ന ക്ഷീണിക്കത്തില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം കർത്താവിന്റെ വചനം ജീവനും ചൈതന്യമുള്ള വചനമാണ്. അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനം, സാധ്യങ്ങൾ സാധിച്ചു തരാൻ കഴിവുള്ള വചനമാണ് കർത്താവിന്റെ വചനം. അതുകൊണ്ട് തന്നെ ദൈവനാമത്തിന് വേണ്ടി ആയിരിക്കും ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങള് കർത്താവ് മാനിക്കും. നിങ്ങളെ കർത്താവ് ഒരിക്കലും തള്ളിക്കളത്തില്ല പ്രിയമുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, മാനിക്കും, ശക്തീകരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കൃപയാൽ നിങ്ങളെ നിറയ്ക്കും. പൗലോസിന്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ എത്ര മേഖലകൾ തകരേണ്ട അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അതിലെല്ലാം പൗലോസിന് ശീലാസ് കൂടുതലുണ്ടായിരുന്നു, തിമോഥെയോസ് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കൂട്ടു വേലക്കാരുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാനായിട്ടുണ്ടായിരുന്നു. ഒപ്പം നിന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ടീമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലെ, ഇന്ന് എവിടേക്ക് നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥ, നമുക്ക് പ്രാർത്ഥന ടീം വേണം, പ്രയർ ടീം വേണം, മുന്നോട്ട് പോകാൻ ടീം വേണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ ശക്തീകരിക്കും, വർദ്ധിപ്പിക്കും. അത് എങ്ങനെ നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തോടൊപ്പം നമ്മൾ നിൽക്കണം, ദൈവത്തോടൊപ്പം ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പം അന്യഭാഷയിലേക്ക് സ്തുതിച്ച് കഴിയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്ക് തന്നെ കർത്താവ് ഉയരുവാനുള്ള വഴി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാത്താന്യ കോട്ടകൾ കർത്താവ് തന്നെ തകർത്തില്ലാതാക്കും. അന്ധകാശിച്ചിര പ്രവർത്തനം കർത്താവ് തന്നെ തകർക്കും. എല്ലാ മേഖലകളിലും കർത്താവ് നമുക്ക് കോൺഫിഡൻസ് തരും. നമ്മൾ കർത്താവിനെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി നിൽക്കും. ഒരേ ഒരു കാര്യം, വി ഹാവ് ടു ഗീവ് അവർ ട്രസ്റ്റ് ഇൻ ഗോഡ്. കർത്താവിൽ നമ്മളെ പൂർണ്ണമായിട്ടും നമ്മൾ ആശ്രയിക്കണം. ഭയങ്കര ബുദ്ധിമുട്ട്. മല പോലെ എന്ന് പ്രസംഗങ്ങൾ വരുമ്പോൾ എങ്ങനെ കർത്താവിൽ ആശ്രയിക്കും? കർത്താവിൽ നമ്മൾ ആശ്രയിക്കണം. അതാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവർക്കാണ് വീണ്ടും ചിറ കിട്ടുന്നത്. കഴിവന്മാരെ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എണ്ണ തെറ്റി മരണയിലെ മാവൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വോത്രം മാത്രമേ അവരുടെ വായിൽ നിന്ന് വരുന്നത്. ഞാൻ വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞു, കുത്തുവിഗ്രഹമല്ല വിട്ടു മാറണം. അവരാരും എന്നെ വിളിക്കാറില്ല, വിളിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമുള്ള കാര്യമൊന്നും. ഞാൻ ആരും നോക്കാൻ പോകും. പ്രൈസ് ദി ലോർഡ്. ദേവത്താവിന്റെ വചനം പറഞ്ഞു കൊടുത്തു, അത് സത്യവചനം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടും എന്നുള്ള കേൾക്കുന്നില്ല എങ്കിൽ എന്തിനു പിന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടൊന്നും യാതൊരു കാര്യം. അപ്പം ഇന്ന് ജീവിച്ച നാളെ ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുത്തിട്ട് സ്വീകരിച്ചില്ല, അത് ഏറ്റവും വലിയ ശിക്ഷാവിധിയാണ്. അത് കർത്താവിന്റെ വചനം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കാതെ അവർ ഈ ലോകത്തിൽ മാറ്റപ്പെട്ടു. ഞാൻ അത് ഒരു പക്ഷേ അവർ അറിവില്ലായ്മയുടെ കാര്യം കർത്താവ് പരിഗണിച്ചിരിക്കാം. പക്ഷേ കർത്താവ് ദൈവത്തിന്റെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണമെന്ന് ദൈവ നിശ്ചയമാണ്. അത് ചെയ്യണം. ദിസ് എ കമാൻഡ്മെന്റ്, നോ എക്സ്ക്യൂസ്. അതിൽ നിന്ന് നമുക്കൊരു ഒരു ഒരു ഒഴുകൊഴിയില്ല. അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. പഴയ നിയമത്തിൽ നമുക്ക് പരിച്ഛേദനയാണ്. പുതിയ നിയമത്തിൽ നമ്മൾ ഒരു സ്നാനം എടുക്കുന്നതായി ക്രിസ്തുവേഷൻ ധരിക്കണം. വിശ്വസിക്കും, സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അതിന് നോ എന്തോ അതിന് ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊന്നുമില്ല. വി ഹാവ് ടു ഡു ഇറ്റ്. നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. എൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞു കൊടുത്തു. ഇനി അവർ സ്വീകരിക്കുക അവരുടെ കാര്യം, ഞാനൊന്നും പറയാനുണ്ട്. പ്രൈസ് ലോർഡ്. എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തു. ഐ ഹാവ് സെൻഡ് ഓൾ ദിസ് മെസ്സേജ് ടു എവരിബഡി. പ്രൈസ് ലോർഡ്. അവിടെ തന്നെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മൾ യേശു ക്രിസ്തുവിൽ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ കർത്താവ് തന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. Book of Luke chapter 15 verse 39, 31
ജോൺ ചാപ്റ്റർ 16 വേഴ്സസ് 16 ഇത് പറഞ്ഞേ. യോഹന്നാൻ സുവിശേഷം 16-15 ജോൺ ചാപ്റ്റർ 16 വേഴ്സസ് 15 ഇത് പറഞ്ഞേ, പിതാവിനുള്ളത് ഒക്കെയും എനിക്കുള്ളത്, അതുകൊണ്ട് അത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. ഓൾ തിങ്സ് whatsoever the Father hath are mine. Therefore said I that he taken of mine, praise the Lord, and shall declare it to you. Praise the Lord. This is the old King James Version. New King James Version, I will try to read it. Gospel John chapter 16 verse 15. Let me read that New King James Version. Praise the Lord. Gospel John chapter 16 verses 50. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല്, all things that the Father has are mine. Therefore I said that he will take up mine and declare it to you. Praise the Lord. Hallelujah. എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഡിക്ലെയർ ചെയ്തു തരും. അതാണ് ഞാൻ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അപ്പം ഞാൻ ഒരു സഹായം നിങ്ങൾക്ക് അയക്കും. ആ സഹായം വന്നിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായ വിധിയെക്കുറിച്ചും നമുക്ക് ബോധ്യം നൽകും. പ്രൈസ് ദി ലോർഡ്. I would like to read verse 13 onwards. Whoever the Spirit of truth has come, he will guide you into all truth, for he will not speak on his own authority. Whatever he hears, he will speak, and he will tell you things to come. അതാണ് എന്നിലുള്ളത് ആണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവ് സ്വന്തമായിട്ടൊന്നുമല്ല ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, പിതാവിൽ നിന്നുള്ള കാര്യങ്ങൾ എടുത്തിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരും. അതാണ് വെളിപാടിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് നമുക്ക് റെവലേഷൻ പ്രാർത്ഥിക്കാം. നമ്മൾ we have to pray to the Lord to get a revelation and power from the Holy Spirit. Praise the Lord. Hallelujah. അതാണ് പറയുന്നത്, he will glorify me. Gospel John chapter 15 verses 14 പറയുന്നത്, യോഹന്നാൻ സുവിശേഷം 16 അധ്യായം അത് 14 വാക്യം പറയുന്നത് കഴിഞ്ഞാൽ, Gospel John chapter 16 verses 14 ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, he will glorify me, for he will take off what is mine and and declare it to you. അതാണ് എന്നിൽ നിന്നുള്ളത് എടുത്തിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരും. യേശുക്രിസ്തുവിൽ എന്താണ് യേശുക്രിസ്തുവിലുള്ളത്? യേശുക്രിസ്തുവിലുള്ളത് നിത്യജീവൻ. യേശുക്രിസ്തുവിലുള്ള ജീവന്റെ വചനമാണ്. യേശുക്രിസ്തുവുള്ളത് ഈ ലോകത്തിലുള്ള കാര്യമല്ല, വരുമാനിക്ക ലോകത്തിലെ സ്വർഗരാജ്യത്തിലെ കാര്യമാണ്. യേശുക്രിസ്തു പറഞ്ഞ ആ കാര്യങ്ങൾ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തരുന്ന ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവ്. ഭാവി കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്ന ആത്മാവാണ് നമ്മുടെ പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തു രണ്ടാം വരവിനോട് നമ്മൾ ഒരുക്കുന്ന ആത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. സത്യത്തിന്റെ ആത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാം വെളിപ്പെടുത്തി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് ബലഹീനത ഉണ്ടെങ്കിൽ ബലഹീനത നമുക്ക് ശക്തി തരുന്ന ആത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Our God can make you our God can get his power on you. Praise the Lord. Our God can give you the strength and power wherever you are facing, or this side, this area is weak. Praise the Lord. I feel my side is too much weak. Praise the Lord. Our God can give his strength, his power through the mighty power of the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ശക്തിപ്പെടാനായിട്ട് പറ്റും. Praise the Lord. ഹല്ലേലൂയ. അതാണ് അപ്പൊ ഇത് പറഞ്ഞ 2 Corinthians chapter 9 verses 8 ഇത് പറഞ്ഞ 2 Corinthians ലേഖനം 9 അധ്യായം 8 വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണതൃപ്തിയുള്ളവരായി സകല പ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. Praise the Lord. And God is able to make all grace abound unto you. Praise the Lord. That you, having always all sufficiency in everything, may abound unto every good work. നമുക്ക് കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ, സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. കൃപകൾ എവിടേക്ക് നമ്മൾ കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട്, അവിടെ ദൈവത്തിന്റെ ശക്തി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ, ജോലി മേഖലകളിൽ, പ്രത്യേകിച്ച് മിനിസ്ട്രി ദൈവവേലയിൽ നിങ്ങൾ എവിടേക്ക് ശക്തി ചോർന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, അവിടെയെല്ലാം കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. പുതിയ ഭാഷകൾ തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു, പുതിയ റെവലേഷൻ തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു, പുതിയ വെളിപാടുകൾ തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രോഗികളുള്ള ആൾക്കാരാണെങ്കിൽ കർത്താവിന്റെ കൃപയാല്, കർത്താവിന്റെ ആണിപ്പെടരാല്, കർത്താവിന്റെ കൃപയാല് നിങ്ങൾക്ക് രോഗസൗഖ്യം
തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ബിംബത്തിന് മുമ്പേ പോയി കുത്തുബിംബത്തിന് മുമ്പിൽ കൂട്ടിയിരുന്നിട്ട് എണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല ദൈവ പ്രാർത്ഥന. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കൊത്തുവിന്റെ മാതാവിന്റെയും പുണ്യാളന്മാരും വിശുദ്ധമായതെന്ന് പറഞ്ഞിട്ട് കല്ലും തടിയുണ്ട് കൊത്തു വിഗ്രഹവും മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ വിഗ്രഹം താഴെയിട്ട പൊട്ടി പോണം വിഗ്രഹത്തിന് മുമ്പിൽ എന്നിട്ട് എണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുക കിട്ടുന്ന അനുഗ്രഹമല്ല. അത് ദൈവാനുഗ്രഹമല്ല, അത് പിശാചിന്റെ അനുഗ്രഹമാണ്. പ്രൈസ് ലോർഡ്. ദൈവത്തെ ആശ്രയിക്കുന്ന ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിച്ച് യേശു ക്രിസ്തുവിലൂടെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്കാണ് ദൈവത്തിന് കൃപ കിട്ടുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ആൾക്കാർ ബലഹീനതയുണ്ടെന്ന് നമുക്ക് ശക്തി കിട്ടുന്നത്. അല്ലാതെ വിഗ്രഹത്തിന് മുമ്പേ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ ആവശ്യങ്ങൾ കിട്ടുക തന്നെയല്ല, സാധിച്ച് കിട്ടിയാല എന്ന് തന്നെയല്ല, കിട്ടത്തില്ല. അവരുടെ ആവശ്യം സാധിച്ച് കിട്ടുവാനും പോകുന്നില്ല. മറിച്ച് അതോടൊപ്പം തന്നെ പ്രൈസ് ലോർഡ് അവരുടെ ബലഹീനത അവർക്ക് ശക്തിയും കിട്ടും. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ അവർ വീണ്ടും അഗാധ ഈ പാതാളത്തിലേക്ക് അവർ പോകുന്നു. മരിച്ചു കഴിഞ്ഞാൽ നിത്യ നരകത്തിലേക്ക് പോകും. പ്രൈസ് ലോർഡ്. അപ്പൊ ഇന്ന് കാണുന്ന ആ മിളച്ച വിഗ്രഹാരാധന അല്ല ഞാൻ കത്തോലിക്ക സഭയായിരുന്നു, അവിടെ കണ്ടിട്ട് പറയുക അവിടെയുള്ള ആൾക്കാരും അല്ല ഞാൻ പറയില്ലല്ലോ. അവരുടെ മുമ്പിൽ പോയി കമന്ന് കിടന്ന് കാണിക്കാത്ത കോമാളിത്തരങ്ങളൊന്നുമില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതല്ല കർത്താവ് ആഗ്രഹിക്കുന്ന ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കാനായിട്ടാണ് കർത്താവ് ശമരശ്രീയോട് പറയുന്നത്. എവിടെ ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുന്നുണ്ട് അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി ബലവും തരും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഷക്കല്ലത്തുരക്കനി ഷന്തത്തപ്പത്തക്കല്ലത്തുരക്കനി ഷക്കല്ലത്തുരക്കനി ഷിത്തത്തപ്പത്തക്കല്ലത്തുരക്കനി ഊരത്തപ്പത്തക്കല്ലത്തുരക്കനി. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണതയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ദൈവത്തിന് ഇതാണ് പറയുന്നത്. അപ്പം കർത്താവിനെ അറിഞ്ഞിട്ട് പിന്നെ വിട്ടു പോകരുത്. കർത്താവിന്റെ കൃപയിൽ നമ്മൾ വളർന്നു കഴിഞ്ഞിട്ട് പിന്നെ കർത്താവിനെ ഇട്ടിട്ട് പോകരുത്. ദൈവത്താൽ കിട്ടിയതല്ല. ഇന്ന് അനേകം ആൾക്കാർക്ക് രോഗസൗഖ്യം കിട്ടാത്ത കാര്യം എന്ന് വെച്ചാൽ അവര് ഹോസ്പിറ്റലിൽ പോട്ടെ, ഇത് ഹോസ്പിറ്റലിന്റെ സാന്നിധ്യത്തിൽ കിട്ടിയതാണ്, ഡോക്ടർമാർ ചെയ്താൽ ദൈവത്തിന് മാത്രം കൊടുക്കത്തില്ല. പ്രാർത്ഥിച്ച് കിട്ടിയ അനുഗ്രഹം ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ലോകത്തിന് മാത്രം കൊടുക്കാനായിട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ കർത്താവ് പിന്നീട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവിന് മനസ്സുണ്ടാകത്തില്ല. പ്രൈസ് ലോർഡ്. കാരണം ഓരോ കർത്താവ് ചെയ്തൊരു കാര്യം ചെയ്തതില്ല, കർത്താവ് ചെയ്തതാണെന്ന് കർത്താവ് ലോകം അറിയണം. പ്രൈസ് ലോർഡ്. ലോകക്കാരറിയണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് പ്രൈസ് ലോർഡ് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ കർത്താവ് നമുക്ക് ഒരു അസുഖം വന്ന് നമ്മളെ സൗഖ്യമാക്കി നമ്മൾ പറയണം ഈ ദൈവത്താവ് നടന്നു. നമുക്കൊരു ജോലി കിട്ടിയാൽ പറയണം, ഇത് കർത്താവ് ചെയ്ത് തന്നു. പ്രൈസ് ലോർഡ്. തലമുറകളെ തന്നു നമ്മൾ പറയണം. എന്റെ കാര്യങ്ങൾ കർത്താവ് ചെയ്തു തരുന്നു എനിക്ക് പറയാൻ പറ്റും. എന്റെ ശത്രുക്കള് നീറുപോലെ എന്നെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നു. പ്രൈസ് ലോർഡ്. എല്ലാ മേഖലകളിലും അവരെ തകർത്തിട്ടാണ് കർത്താവിനെ മാനിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന കാരണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഈ ദൈവം നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഒരു വ്യക്തി പറയാനുള്ള ദൈവനാമത്തിനോട് നിന്ന് കഴിഞ്ഞ് ഞാൻ വീട്ടുകാരോടൊക്കെ പറഞ്ഞു എന്നാ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് ഷക്കല്ലത്തു ഇരക്കണി. ഞാൻ വീട്ടുകാരൊക്കെ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കല്ലത്ത് ഇരക്കണി ഷത്തത്ത് കല്ലത്തു ഇരക്കണി. ഞാൻ വീട്ടുകാരോടൊക്കെ പറയാൻ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെല്ലാം രക്ഷയിലേക്ക് വരണം. അതാണ് സത്യം. രക്ഷയ്ക്ക് മുഴുവൻ സ്നാനം എടുക്കണം. ആത്മാവിൽ സത്യത്തിലും കർത്താവിനെ ആരാധിക്കും. പക്ഷെ വീട്ടുകാരും നാട്ടുകാരും പള്ളിയും പട്ടക്കാരും എല്ലാം ഈ അച്ഛന്മാരെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ചിലപ്പോൾ ചവിട്ടി പുറത്താക്കും. പോയിട്ട് പണി നോക്കാൻ പറയണം. ഇവരാണ് നമ്മുടെ കാര്യം നോക്കുന്നത്. ഇന്ന് ജീവിച്ച് നാളെ മരിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഇവരാണ്. ദൈവത്തിന് വേണ്ടി നിന്ന് നമ്മളെ പുറത്താക്കുന്നത്. കർത്താവ് സംരക്ഷിക്കും. ഞാൻ എല്ലാവരോടും പറഞ്ഞു കർത്താവ് സംരക്ഷിക്കുന്നവർ ഈ ദൈവത്തിന് വേണ്ടി നിന്ന് ദൈവം സംരക്ഷിക്കും. ഈ അല്പകാലത്തേക്കുള്ള ഒരു ജീവിതം കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് ദൈവത്തെ വിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവരും പ്രൈസ് ലോർഡ് കർത്താവ് അറിഞ്ഞിട്ടില്ലാത്ത സ്ട്രീറ്റുകളിൽ പോയി കർത്താവ് നമ്മൾ പ്രഘോഷിക്കണം, ട്രാക്റ്റുകൾ കൊടുക്കണം, ബൈബിളുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. പ്രൈസ് ലോർഡ്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിലെ വിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നമ്മൾ ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടരുത്. എല്ലാം നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം തക്ക സമയത്ത് എല്ലാ കാര്യം നമുക്കിവിടെ ക്രമീകരിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, അവർ ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് യു, അവർ ഗോഡ് വിൽ പ്രൊട്ടക്ട് യു, അവർ ഗോഡ് വിൽ ഗിവ് യു that one everything. Our God can able to supply everything whatever you need. Praise the Lord. Our God can able to supply for you. Praise the Lord. Hallelujah. Because our God is a richest God. Our God become the poor. Praise the Lord. Because you want to become a rich person. This is a reason. This is what our God in the gospel we can see that one. അതാണ് കർത്താവ് ദരിദ്രരായി തീർന്ന് നമുക്ക് എല്ലാ മേഖലകളിലും നമ്മൾ വർദ്ധിക്കുവാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ നാമം എവിടെ നമുക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടുന്നുണ്ടോ വിട്ടുകളയരുത്. ശക്തമായിട്ട് മുന്നോട്ട് പോകണം. വെച്ച കാര്യം പുറകോട്ട് വെക്കരുത്. എന്റെ അറിവ് ശരിയാണ്, എനിക്ക് വേണ്ടി തന്നെ വലിയൊരു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ സാത്താനിക വർഷിപ്പിനെ നടക്കുന്നുണ്ട്. എനിക്കത് എന്റെ പേര് പറഞ്ഞു. ദൈവനാമത്തിന് നിൽക്കുന്ന എന്നെ എങ്ങനെയെങ്കിലും മാറ്റാനായി
സാത്താനി വർഷം ഫാസ്റ്റിംഗ് എടുത്ത് പ്രെയർ ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ സാത്താനി പ്രെയർ ഉണ്ട്. കാരണം വെച്ചാൽ എന്നെ കർത്താവിന്റെ നാമത്തിൽ നിന്ന് മാറ്റാനായിട്ട് കർത്താവ് സമ്മതിക്കും. ലോക സൃഷ്ടിക്ക് മുമ്പേ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രഘോഷിക്കാനായിട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ലോക സൃഷ്ടിക്ക് മുമ്പേ പിതാവായ ദൈവം യേശു ക്രിസ്തുവിലൂടെ എന്നെ തിരഞ്ഞെടുത്തതാണ്. എത്രമാത്രം സാത്താനിക പ്രാർത്ഥന എനിക്കെതിരെ പ്രാർത്ഥിക്കുന്നുണ്ടോ അത് അവര് തന്നെ ഇല്ലാതാകുമല്ലാണ്ട്, ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവല്ലാണ്ട്. ഈ പാസ്റ്റർ ജോളി വീണ്ടും കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരുന്നത് ദൈവനാമത്തിലൂടെ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആർക്ക് കർത്താവിന് വേണ്ടി നിൽക്കുന്നുണ്ടോ നിങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകണം. പ്രതിസന്ധി ഘട്ടങ്ങളെ ബുദ്ധിമുട്ട് ഘട്ടങ്ങളെ കണ്ട് പുറകോട്ട് മാറരുത്. കാറ്റും കോളും കണ്ട് പുറകോട്ട് മാറരുത്. അതിന്റെ നടുവിൽ വന്നിട്ട് രക്ഷപ്പെടുത്താൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കടഭാരം തകർത്തി കളഞ്ഞ് നമ്മളെ മാനിക്കാൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ശക്തനായി മാനിക്കാൻ പറ്റുന്ന ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ദിവസം മുന്നോട്ടോ നിവൃത്തിയില്ല എന്ന് വിചാരിച്ച് നമ്മളിപ്പം ദൈവവേല വിട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഒന്നുമില്ല എങ്കിലും ആ ഉള്ള അവസ്ഥയിൽ നിന്ന് കർത്താവിനെ ശ്രദ്ധിക്കും. കഴിഞ്ഞ അവസ്ഥയോർത്ത് കർത്താവിനെ ശ്രദ്ധിക്കും. വെച്ച കാലം മുന്നോട്ട് വെക്കണം, പുറോട്ട് വെക്കരുത്. കാരണം നമ്മൾ നിൽക്കുന്ന സത്യം ഈ യേശുക്രിസ്തുവാണ് സത്യ ദൈവം. യേശുക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ. യേശുക്രിസ്തുവിൽ മാത്രമേ നിത്യജീവനുള്ളൂ. അവർ ഗോഡ് ഇസ് എ ട്രൂ ഗോഡ്. പ്രൈസ് ദി ലോർഡ്. Nobody can take away this truth from your heart. Our God is a good God. Praise the Lord. Hallelujah. So എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. യേശു ക്രിസ്തുവാണ് നല്ല ദൈവം. ഓൺലൈൻ വായിച്ചു വ്യക്തിയുടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. 10 മിനിറ്റ് പ്രിയ എഡി മാത്യു, മോഹൻഷില, റിച്ചാർഡ്, ദിലീപ് ശർമ്മ, everybody, ടോമിൻ, ക്ലേറി, ബെക്സി, ഡാനിയൽ, everybody, God bless. Share this gospel message. Roman chapter 11 verse 29 ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ദൈവം തന്നെ കൃപാവരങ്ങളെയും ഇവിടെയും കുറിച്ച് അനുദവിക്കുന്നില്ലല്ലോ. കർത്താവ് ഒരു ഗിഫ്റ്റ് തന്നാൽ കർത്താവ് തിരിച്ചെടുക്കത്തില്ല. ഇവിടെ കർത്താവ് നോക്കും നമുക്ക് കർത്താവ് അന്യഭാഷയെ തന്നെ നമ്മൾ സ്തുതിക്കുന്നുണ്ടോ, അത് ഉപയോഗിക്കുന്നുണ്ടോ, അതിലൂടെയാണ് നമുക്ക് ഹീലിംഗ് ഗിഫ്റ്റ് തരുന്നത്. അതിലൂടെ തന്നെയാണ് വിശ്വാസത്തിന്റെ വരം തരുന്നത്. അതിലൂടെ തന്നെയാണ് റെവലേഷൻ കിട്ടുന്നത്. പക്ഷെ ഇത് നമ്മൾ ഭയങ്കരമായിട്ട് ഉപയോഗിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന വെച്ചാൽ കർത്താവിരുന്ന ഹീലിംഗ് ഗിഫ്റ്റുകൾ ഉപയോഗിക്കണം. നമ്മൾ വിട്ടുകൊടുക്കരുത്. എഴുത്തിലോട്ട് ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ കർത്താവിന്റെ കഥ എന്ന് വെച്ചാൽ 2 Corinthians chapter 9 verse 8 പറയുന്നത് നിങ്ങൾ സകലത്തിലെപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തികളും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് നമുക്ക് എവിടെ ബലഹീനതയുണ്ടോ, എവിടെ നമുക്ക് കർത്താവിന് ഭയങ്കര പ്രസംഗിക്കാൻ നാണം കാണുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇതൊന്നും നാണിക്കേണ്ട ആവശ്യം. ഇന്ന് ജീവിച്ച് നാളെ മരിച്ചു പോകുന്ന ആൾക്കാരുടെ മുമ്പ് എന്ത് നാണം കാണിക്കാൻ? ഇന്ന് മരിച്ചു പോകുന്ന ആൾക്കാർ അവർ നടിച്ചു പോയി കഴിഞ്ഞാൽ പച്ച മണ്ണിലേക്കാണ് പോകുന്നത്. ഈ പുറമേ ഉണ്ടാകും ചിലപ്പം സിമെന്റും നല്ല മാർബിളൊക്കെ ഇട്ടിട്ട് കല്ലറയൊക്കെ ചൂമ്പൊക്കെ ചിലപ്പോൾ മനോഹരമാക്കും. അതിന് അടി പച്ച മണ്ണ. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം പുഴുവരിച്ച് പോകും. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ ആത്മാവ് നിത്യ ജീവിതത്തിലേക്ക് പോകും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ വിശ്വസിക്കാതെ നല്ലൊരു മരിച്ചടക്കാണോ വേണ്ടത്? വിശ്വസിച്ച് പ്രൈസ് ദി ലോർഡ് ചെറിയൊരു സ്ഥലത്ത് അടക്കുവാണെങ്കിലും നിത്യമഹത്വത്തിലേക്ക് പോകുവാണ് നമുക്ക് വേണ്ടത്. നിത്യമഹത്വത്തിലേക്ക് പോകണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. വിശ്വസിച്ചിട്ട് അതിനു വേണ്ടിയ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. നമ്മൾ അതിനായിട്ട് നമ്മൾ നീങ്ങണം. സാക്ഷികളുടെ വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ നമുക്കറിയാം എബ്രായ ലേഖനം 11:12 നമ്മൾ വായിക്കാൻ അറിയാം. സാക്ഷികളുടെ വലിയ സമൂഹം നമ്മുടെ ഒപ്പം വായിക്കാനായിട്ടായിരിക്കും. ഹീബ്രു ചാപ്റ്റർ 12. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഹീബ്രു ചാപ്റ്റർ 12 ഇതാണ് പറയുന്നത്. ആകയാൽ നാമും സാക്ഷികളുടെ എത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല മുറുകെ പറ്റുന്ന പാവം വിട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരമായി ഓടുക. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സ്ഥിരമായി ഓടുക. കർത്താവിന്റെ വചന പ്രഘോഷണം സ്ഥിരമായിട്ട് ചെയ്യുക. എത്ര ബുദ്ധിമുട്ടെന്ന് കഴിഞ്ഞാലും അതിന് നടുവിലും കർത്താവിനെ പ്രഘോഷിക്കുക. ഒരാളും വാച്ച് ചെയ്യാനില്ല എങ്കിലും എല്ലാ മേഖലകളും അന്ധകാരത്തെ തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും പറ്റുന്ന പോലെ കർത്താവിന് വേണ്ടി പ്രഘോഷിക്കുക. പ്രൈസ് ദി ലോർഡ്. പുതിയ മേഖലയിൽ ചെന്ന് പ്രസംഗിക്കുക. സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ട്വിറ്ററിൽ ഷെയർ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യുക. ടിക്ടോക്കിൽ ഷെയർ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. എവിടെയൊക്കെ കർത്താവിന്റെ നാമം പ്രഘോഷിക്കാനായിട്ട് പറ്റുമോ ആ മേഖലകളിൽ എല്ലാം ഈ ദൈവം ജീവിക്കുന്ന ദൈവം എന്ന് പ്രഘോഷിക്കുക. അതിനുവേണ്ടി കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തും അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. വീട്ടുകാർ ഓഫർ തരും. പ്രൈസ് ദി ലോർഡ്. നീ ഇങ്ങനെ തിരിച്ചു വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തരാം, സ്ഥലോടെ കൂടുതൽ തരാം, ഈ വീടും പറമ്പ് നിനക്ക് ഞാൻ തരാം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഈ വചന പ്രഘോഷം നിർത്ത്.
പക്ഷെ പണി നോക്കാൻ പറയണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇന്ന് ഈ കാണുന്ന ഈ സംഭവം കൊണ്ടൊന്നും നമ്മളൊന്നും മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ വേണ്ടി പോണില്ല. ഇന്ന് കാണുന്ന ബാങ്ക് ബാലൻസ് ഒന്നും നമ്മൾ അതുകൊണ്ടൊന്നും നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ കൊണ്ടുപോകാണ്ട് പോകുന്ന എല്ലാം ഇവിടെ മേടിച്ചിട്ട് പോകണം. വെറും കൈയോടെ വന്ന് വെറും കൈയോടെ തിരിച്ചു പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നാട്ടുകാരും വീട്ടുകാരും തരുന്ന ഓഫർ ഒന്നും നമ്മൾ മേടിക്കാണ്ട് പോരും. പള്ളിക്കാരും പട്ടക്കാരും ഒന്നും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സത്യം ദൈവവുമാണ്. ആ ദൈവ വചനം പ്രഘോഷിക്കണം. We should, we must preach the gospel. Right? No excuse in that one. Praise the Lord. If you are preaching gospel, praise the Lord, you will get the strength and power, the protection from the God. അതാണ് എനിക്ക് പറയാം. കർത്താവിൽ നമുക്ക് സംരക്ഷണം കർത്താവ് നമുക്ക് തരും. നമ്മുടെ മേലുള്ള കർത്താവ് വർദ്ധിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ഓഫ് ഹീബ്രൂ ചാപ്റ്റർ 12:3 ഇതിൽ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളിൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവേൻ. പ്രൈസ് ദി ലോർഡ്. അത്രമാത്രം പുത്തോട് സഹിച്ച വ്യക്തിയാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 1:17 ഗോസ്പൽ ജോൺ ചാപ്റ്റർ 1:17 ഇത് പറയുന്നത് വെച്ചാൽ for the law was given through Moses, grace and truth came through Jesus Christ. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു മുഖാന്തരം തന്നെ നമുക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സോ അപ്പൊ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയായിട്ട് നമ്മൾ ചിന്തിക്കണം. കർത്താവിന്റെ സുവിശേഷത്തെ നമ്മൾ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പ്രസംഗിക്കാനായിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ലോക സുവിശേഷങ്ങൾക്ക് എൻ്റെ ടൈം റിവ്യൂവിനോട് കർത്താവ് നമ്മൾ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. അതാണ് സത്യം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട എല്ലാവർക്കും മിനിമം 1,00,000 ആൾക്കാരെയും രക്ഷിക്കപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും പുറത്താണ്. അതാണ് 2 തിമോത്തിയസ് ചാപ്റ്റർ 1:11 ഇത് പറയുന്നത്. 2 തിമോത്തിയസ് 1:11 പറയുന്നു, ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പസ്തോലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ഞാൻ പ്രസംഗിക്കാനായിട്ട് കർത്താവിന്റെ വചനം യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് എന്ന സത്യസുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ഞാൻ പ്രസംഗിയും അപ്പസ്തോലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോയിന്റഡ് ബൈ ഗോഡ്, നോട്ട് ബൈ ദ പാസ്റ്റർ, നോട്ട് ബൈ ദ പള്ളിയച്ചന്മാർ. പള്ളിയച്ചന്മാർ ആരെയും കേട്ടത് എന്ന് ഞാൻ കണ്ടതിലേക്ക് അങ്ങനെ. അപ്പം കാരണം വചനം അറിയിച്ചില്ല. വചനം അറിയാമെങ്കിൽ എങ്ങനെയാണ് അവര് വചനം അറിയാമെങ്കിൽ വചനം പ്രസംഗിക്കും. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഈ അച്ഛന്മാരെല്ലാം ഉടുപ്പ് വരി സത്യവചനം പ്രഘോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പള്ളികളെയൊക്കെ അടച്ചു പൂട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെയൊക്കെ സത്യാരാധന നടക്കണം. ബിംബങ്ങളെയൊക്കെ തല്ലിപ്പൊടിച്ച് തുറകളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സത്യ ആരാധനയ്ക്ക് വരണം. അതിനുവേണ്ടി കർത്താവ് എല്ലാവരും ക്രമീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരു പള്ളിക്ക് എതിരല്ല. ബിംബാരാധന ബൈബിൾ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് പറയുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിസ്തുവിൽ അപ്പം തുണ പറഞ്ഞേ ഇത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് കർത്താവിന്റെ വചനം പ്രസംഗിക്കാനാണ് ഞാൻ അപ്പോയിന്റ് ചെയ്തു എന്ന് ഞാൻ അറിയുന്നു. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 12:12 ഇത് പറഞ്ഞാൽ അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. അപ്പോസ്തലൻ പ്രവൃത്തി വായിക്കണം. നമുക്കറിയാം കർത്താവിന് വചനം പ്രസംഗിക്കുമ്പോൾ കർത്താവ് തന്നെ ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിച്ചിരുന്നു. അത്ഭുതങ്ങളുണ്ടായിരുന്നു, അടയാളങ്ങളുണ്ടായിരുന്നു, വീര്യപ്രവൃത്തി ഉണ്ടായിരുന്നു. Truly the signs of apostles were wrought, praise the Lord, among you in all patience by signs and wonders and mighty works. Praise the Lord. Everything is included if you are an apostle. Praise the Lord. If you believe in God, everything will happen through your hand. Praise the Lord. Hallelujah. അപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കേണ്ട ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ കർത്താവിന്റെ വചനം നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. എല്ലാവരും ഈ വചനം നമ്മൾ ഷെയർ ചെയ്യണം. ഈ വചനം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അനേകം ആൾക്കാർക്ക് കർത്താവിനെ അറിയാനായിട്ട് ഇടവരും. ഒരാളെങ്കിലും നിങ്ങൾ വഴി കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് ആ ദൈവനാമ മഹത്വം അത് സ്വരാജ്യത്തിന് കർത്താവിന്റെ പ്രതിഫലം വലുതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വചനം ദിവസവും നമ്മൾ പറ്റുന്ന പോലെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് യേശുക്രിസ്തുവിനെ സാധിക്കുന്നു. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കേണ്ടായിരിക്കും. പിതാവിനെ നന്ദിയോടെ ശ്രദ്ധിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവിനെ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രത്യേകിച്ച് രോഗികളായ വ്യക്തികളുടെ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു.
മനസ്സ് തകർന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവ്, വ്യക്തികൾക്ക് കർത്താവ് പ്രാർത്ഥിക്കുക. യേശുവിന്റെ ശക്തിയും കൃപയും അവരിലേക്ക് ചെല്ലട്ടെ കർത്താവ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി തരുന്ന ദൈവം യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. Sprinkle the blood of Jesus Christ right now. Shut up the patakalatur again. Shakalatu in the name of Jesus Christ. In Jesus' name. In Jesus' name. In Jesus' name I pray. Shatakala.